അപ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ നമുക്കൊപ്പം സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന സജു, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം സാന്ത്വന. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തുകാരുടെ ഓണം തുടങ്ങുന്നത് പത്മനാഭനെ ഒന്ന് കണ്ട് ചാലക്കമ്പോളത്തിലൊന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി കുഞ്ഞുമക്കൾക്ക് സാധനങ്ങളൊക്കെ ഊണൊക്കെ ഒരുക്കിയാണ് തിരുവനന്തപുരത്തുകാർ ഓണം ആഘോഷിക്കുന്നത്. എവിടം വരെ എത്തിയപ്പി ഓണം സാന്ത്വന? ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളെല്ലാം ഫുൾ ഇങ്ങനെ ഓണം വൈബിലാണ്, ഓണം മൂഡിലാണ്. കാരണം തിരുവനന്തപുരത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും ഓണമാണ്, ഫുൾ കളറാണ്, മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രിയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നില്ല. അപ്പൊ അങ്ങനെ ഫുൾ വൈബിലായിരുന്നു നമ്മൾ. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഓണ ദിവസമൊക്കെ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാവർക്കും തിരുവനന്തപുരംകാർക്കെന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് രാവിലെ ആ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് ഓണത്തിലേക്ക് കടക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നേരത്തെ നമ്മൾ ലൈവിൽ വന്നപ്പോഴത്തേക്കും പല ആളുകളും പല ഇടങ്ങളിൽ നിന്ന്, ഇപ്പൊ എറണാകുളത്തു നിന്നാണെങ്കിലും സംസ്ഥാനത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട്. അങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളെ നമ്മൾ രാവിലെ തന്നെ കാണുകയുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, രാവിലെ പത്മനാഭന്റെ അടുത്ത് വന്ന് ഒന്ന് തൊഴുത് അതിനുശേഷം ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഓണം ആഘോഷിക്കാൻ ഒത്തിരി പേരുണ്ട്. ഇവിടെ വലിയ ജനത്തിരക്കാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് റിജു നാഗപ്പൻ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. വലിയ അത്തപ്പൂക്കളം, നല്ല ഭംഗിയാണ് ആ പൂക്കളം കാണുവാനായിട്ട്. ഇത്തവണ ലക്ഷദ്വീപം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ലക്ഷദ്വീപം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ ഒരു അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇത്തവണ ഈ ഒരു അത്തപ്പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, അനന്തശയനത്തിൽ കിടക്കുന്ന അനന്തപത്മനാഭനെയാണ് ഈ അത്തപ്പൂക്കളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽക്ക് തന്നെയാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കാൻ തുടങ്ങിയത്. ഇന്ന് രാവിലെയാണ് പൂക്കളം ഒരുക്കി തീർന്നത് എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ആദിത്യവർമ്മ എത്തി ഈ ഒരു തിരി തെളിയിച്ച് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓണവില്ല് സമർപ്പണം. അപ്പോൾ ഓണവില്ലും രാവിലെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. മേലാളന്നൂർ കുടുംബമാണ് എല്ലാ വർഷവും നൂറ്റാണ്ടുകളായി ഓണവില്ല് സമർപ്പിച്ച് വരുന്നത്. അപ്പോൾ അവർ രാവിലെ എത്തി ഓണവില്ല് സമർപ്പിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ തൊഴാൻ വരുന്ന ആളുകളുടെ ഭക്തജന തിരക്കാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് പേരോട് ഒന്ന് ഓണം എവിടം വരെ എത്തിയതെന്ന് ചോദിച്ചു നോക്കാൻ തോന്നുന്നു. എവിടുന്നാ വരുന്നത്? തലശ്ശേരി എന്നാണ്. ഓണമൊക്കെ ആയോ? എന്താണ് തിരുവനന്തപുരത്ത് ഒരു ഓണാഘോഷം? വന്നിട്ട് ഓണാഘോഷിക്കാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണോ ഇവിടെ? ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ ഓണം? പേരെന്താ? എങ്ങനെ ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത്? സാന്ത്വനയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന്. ഈ തിരുവനന്തപുരത്ത് ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഓണം അങ്ങോട്ട് ഫീൽ ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് ഓണം എന്ന് നമ്മൾ പറയുന്നത്. കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരത്തെ കനകക്കുന്നി പോയിട്ടുള്ള ആ വൈദ്യുതി അതെ വൈദ്യുതി, അതെ അതാണ് ഏറ്റവും അടിപൊളി. അങ്ങനെ